ഇപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് HTML പ്രോജക്റ്റിന്റെ അകത്ത് ഫോൾഡറും ഫയൽസും എങ്ങനെ ഓർഗനൈസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ HTML പ്രോജക്റ്റിന് വേണ്ടി ഒരു മെയിൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിന് പ്രോജക്റ്റുമായിട്ട് സ്യൂട്ടബിൾ ചെയ്യുന്ന ഒരു ഫോൾഡർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മെയിൻ ഫോൾഡറിന്റെ ഉള്ളിൽ നമ്മൾ index.html ഫയൽ എന്ന് ക്രിയേറ്റ് ചെയ്യുക. ഈ ഫയലാണ് നമ്മളെ മെയിൻ എൻട്രി പോയിന്റ്. മെയിൻ എൻട്രി പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോജക്റ്റ് റൺ ആവുമ്പോൾ ഫസ്റ്റ് ലോഡ് ആവുന്ന ഫയൽ അല്ലെങ്കിൽ ഫസ്റ്റ് പേജ് എപ്പോഴും index.html ആയിരിക്കും. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് HTML പേജ് എപ്പോഴും ഇൻഡെക്സ് എന്നുള്ള പേരാണ് കൊടുക്കാറുള്ളത്. പിന്നെ പ്രോജക്റ്റ് ഡിപ്പെൻഡ് ചെയ്തനുസരിച്ച് നമുക്ക് മൾട്ടിപ്പിൾ പേജസ് ആഡ് ചെയ്യാം. about.html കൊടുക്കാം, content.html കൊടുക്കാം, ഡിപ്പെൻഡ് ചെയ്ത് പോലെ ഇരിക്കും. പക്ഷെ ഫസ്റ്റ് ആദ്യം ലോഡ് ആവുന്ന പേജിന് എപ്പോഴും index.html കൊടുക്കുന്നതാണ് സ്റ്റാൻഡേർഡ്. എന്നിട്ട് നമ്മളെ പ്രോജക്റ്റിന്റെ അകത്ത് CSS വരും, ജാവാസ്ക്രിപ്റ്റ് വരും, ഇമേജസ് വരാം, അതെനിക്ക് തോന്നെ എക്സ്റ്റേണൽ ഫോൺസ് വരാം. അപ്പൊ ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. അപ്പൊ അത് ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ പ്രോജക്റ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോൾഡറിന്റെ ഉള്ളിൽ നമ്മൾ ഒരു സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആ ഫോൾഡറിന്റെ പേരാണ് ആസറ്റ്സ്. ഈ ഫോൾഡറിന്റെ ഉള്ളിലാണ് നമ്മൾ CSS, ജാവാസ്ക്രിപ്റ്റ്, ഇമേജസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ ആസറ്റ് എന്ന ഫോൾഡറിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻ ഒരു സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആ ഫോൾഡറിന്റെ പേര് നമ്മൾ CSS എന്ന് പറയും. ഈ CSS ഫോൾഡറിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ പ്രോജക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റൈൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്റ്റൈൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതേപോലെ ആസറ്റിന്റെ അകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ജാവാസ്ക്രിപ്റ്റിന് വേണ്ടി ഒരു സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആ ഫോൾഡറിനുള്ളിലായിരിക്കും നമ്മളെ പ്രോജക്റ്റിന് ആവശ്യമുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇമേജസ് എല്ലാം വെക്കുന്നത് ഇമേജസ് എന്ന് പറഞ്ഞ സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആ ഇമേജസ് എന്ന ഫോൾഡറിൻ്റെ അകത്താണ് നമ്മൾ കറസ്പോണ്ടിങ് ഫോട്ടോസ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഫോണ്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടി ഒരു സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഫയൽസ് വെക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റിന്റെ അകത്ത് ഒരു സബ് ഫോൾഡർ ആസറ്റ്സ് എന്ന് പറഞ്ഞ സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്താണ് നമ്മളെ CSS, ജാവാസ്ക്രിപ്റ്റ്, ഇമേജസ്, ഫോണ്ട് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അതല്ല, ഓരോ റിലേറ്റഡ് ഉള്ള ഫയലും ഓരോ സബ് ഫോൾഡറിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഓക്കെ, നമ്മൾ ചില സമയത്ത് HTML പ്രോജക്റ്റ് ചെയ്യാൻ നേരത്ത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ തേർഡ് പാർട്ടി ലൈബ്രറീസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോജക്റ്റ് ഫോൾഡറിനുള്ളിൽ എഗെയിൻ ഒരു സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിന്റെ പേരാണ് വെൻഡേഴ്സ്. ഈ വെൻഡേഴ്സിന്റെ അകത്താണ് നമ്മൾ തേർഡ് പാർട്ടി ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ എൻ്റെ HTML പ്രോജക്റ്റിന്റെ അകത്ത് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ബൂട്ട്സ്ട്രാപ്പിന്റെ CSS, ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്ത് ചെയ്യണം? എൻ്റെ പ്രോജക്റ്റിന്റെ അകത്ത് വെൻഡേഴ്സ് എന്നുള്ള ഫോൾഡറിന്റെ അകത്ത് ഏത് തേർഡ് പാർട്ടിയാണോ അതിന്റെ പേര് വെച്ചിട്ട് ഒരു സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം ബൂട്ട്സ്ട്രാപ്പ്. എന്നിട്ട് എന്ത് ചെയ്യും? അതുമായിട്ട് റിലേറ്റ് ചെയ്യണ CSS ഫയലും ജാവാസ്ക്രിപ്റ്റ് ഫയലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതേപോലെ ഇപ്പൊ ഞാൻ എൻ്റെ പ്രോജക്റ്റിന്റെ അകത്ത് jQuery യൂസ് ചെയ്യുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് വെൻഡേഴ്സിന്റെ അകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിന് jQuery എന്ന പേര് കൊടുക്കും. എന്നിട്ട് jQueryയിലെ റിലേറ്റഡ് ഫയൽസ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ അകത്ത് ഫോണ്ട് ആസം ഐക്കൺസിന് വേണ്ടി ഞാൻ ഫോണ്ട് മാസമാണ് യൂസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫയൽസ് എല്ലാം വെൻഡേഴ്സ് എന്ന സബ് ഫോൾഡറിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന്റെ CSS ഫയലും അതിന്റെ ജാവാസ്ക്രിപ്റ്റ് ഫയലൊക്കെ. തേർഡ് പാർട്ടി ലൈബ്രറീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വെൻഡേഴ്സ് എന്ന ഫോൾഡറിന്റെ അകത്തൊന്നും ചെയ്യാനുള്ള ഒരിക്കലും അസറ്റ് എന്നുള്ള ഫോൾഡറിന്റെ അകത്ത് സെറ്റ് ചെയ്യില്ല. കാരണം അസറ്റ്സ് മൊത്തം നമ്മളെ കോർ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളെ വെൻഡേഴ്സ് ഫയൽ എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ പുതിയ വെർഷൻ, ബൂട്ട്സ്ട്രാപ്പിന്റെ പുതിയ വെർഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പഴയത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയത് എനിക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. പക്ഷെ അത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നമ്മളെ കോർ പ്രോജക്റ്റിനെ അഫക്ട് ചെയ്യത്തില്ല. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ഓർഗനൈസിങ്. നമ്മൾ ഇൻഡസ്ട്രിയൽ ലെവലിൽ സ്റ്റാൻഡേർഡ് HTML പ്രോജക്റ്റ് ഓർഗനൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു മെയിൻ പ്രോജക്റ്റ് കാണും. ആ പ്രോജക്റ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? index.html ക്രിയേറ്റ് ചെയ്യുക. ഈ ഫയലാണ് നമ്മളെ മെയിൻ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നമ്മളെ പ്രോജക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫയൽസ് എല്ലാം അസറ്റ്സ് എന്ന് പറഞ്ഞ സബ് ഫോൾഡറിനകത്ത് സൂക്ഷിക്കുക.
ഓക്കെ. പിന്നെ തേർഡ് പാർട്ടീസ് ലൈബ്രറീസ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെൻഡേഴ്സ് എന്ന ഫോൾഡറിന്റെ അകത്ത് വേണം ഓരോന്നിനെ അതിന്റെ കറസ്പോണ്ടിങ് പേര് സബ് ഫോൾഡർ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്ലസ്റ്റർ ചെയ്ത് വെക്കണം. ഇനി നോക്കാനുള്ളത് നൈമിംഗ് കൊടുക്കാൻ വേണ്ടി നൈമിംഗ് കൺവെൻഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. എപ്പോഴും നമ്മൾ ഫയൽ നെയിമിനെല്ലാം ലോവർ കേസിൽ വേണം കൊടുക്കാറുള്ളത്. ഒരിക്കലും അപ്പർ കേസിലിട്ട് കൊടുക്കുന്നത് നല്ലൊരു അപ്രോച്ച് അല്ല. എപ്പോഴും ലോവർ കേസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാം ലോവർ കേസ് എന്ന് പറയുമ്പോൾ എല്ലാം ചെറിയ ലെറ്ററിലായിരിക്കണം. ഇപ്പൊ ലോവർ കേസിനകത്ത് വേണം എപ്പോഴും ഫയൽ നെയിം കൊടുക്കാനുള്ള. അതാണ് നല്ലൊരു അപ്രോച്ച്. രണ്ടാമത്തേന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫയൽ നെയിം കൊടുക്കാൻ നേരത്ത് ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും സ്പേസ് ഇട്ടിട്ട് അതിനെ ഡിവൈഡ് ചെയ്യല്. പകരം എന്ത് ചെയ്യുക, മൈനസോ അണ്ടർസ്കോറോ യൂസ് ചെയ്യുക. ഇപ്പൊ എബൌട്ട് ആസ് ഇവിടെ സ്പേസ് ഉണ്ട്, പക്ഷെ സ്പേസിന് പകരം നമ്മൾ ഒന്നില്ലെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൈനസ് യൂസ് ചെയ്യുക. സ്പേസ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് രണ്ടാമത്തെ അപ്രോച്ച്. മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയാൻ നേരത്ത് എപ്പോഴും ഷോർട്ട് ആയിട്ടുള്ള ഫയൽ നെയിം വേണം കൊടുക്കാൻ. അത് മീനിങ് ഫുൾ ആയിരിക്കണം. മീനിങ് ഫുൾ എന്ന് പറയുമ്പോൾ ആ ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെയിം ആയിരിക്കണം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, റെസ്പോൺസീവ്. ഫോൺ സ്ക്രീനിൽ റെസ്പോൺസീവ് ആക്കുന്ന ഫയലാണെന്ന് വെച്ചോ. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കില്ല, ജസ്റ്റ് സ്റ്റൈല് മൊബൈൽ മൈനസ് സ്ക്രീൻ ഡോട്ട് സി എസ് ഇങ്ങനെ കൊടുക്കല്. പകരം എന്ത് കൊടുത്താൽ മതി, റെസ്പോൺസീവ് ഡോട്ട് സി എസ് എസ്. എപ്പോഴും കൊടുക്കുന്ന പേര് ഷോർട്ടും ആയിരിക്കണം. ആ നെയിം ആ ഫയലുമായിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷനെ കീപ്പ് ചെയ്യണം. ഇത്രയാണ് നൈമിംഗ് കൺവേർഷൻ ഉള്ളത്. അപ്പൊ ഈ രീതിക്ക് നമ്മൾ ഫയൽസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിന്റെ അകത്ത് മെയിൻ്റെനൻസ് ചെയ്യാം, കോഡ് മെയിൻ്റെനൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. SEO പെർഫോമൻസ് ഇൻക്രീസ് ആയിരിക്കും. അതേപോലെ ടീം മെമ്പേഴ്സിന് അല്ലെങ്കിൽ വേറെ ഡെവലപ്പേഴ്സിന് പെട്ടെന്ന് തന്നെ നമ്മളെ കോഡിന്റെ അകത്ത് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനും സാധിക്കാൻ പറ്റും.